ഇന്നത്തെ തീർത്ഥയാത്രയിൽ ഞാൻ 3-4 പ്രാവശ്യമൊക്കെ തിരുവൈരാണിക്കുളം അമ്പലത്തിൽ പോയിട്ടുണ്ട്. പിന്നെ നമ്മളെ വടക്കുംനാഥ ക്ഷേത്രത്തിലും പാറമേൽക്കാവിലും ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. ചേച്ചി പറഞ്ഞ പോലെ തന്നെ വടക്കുംനാഥ ക്ഷേത്രത്തില് മുഴുവനും അവിടെ പ്രദക്ഷിണം വെച്ച് തൊഴാൻ ടീച്ചർ ഞങ്ങളുടെ കൂടെ ഉള്ളതുകൊണ്ട് തന്നെയാണ് എനിക്കത് എല്ലാ ഭാഗം പറഞ്ഞു തന്നിട്ട് കാണിച്ചു തരാനും ഇരിക്കാനൊക്കെ പറ്റിയിട്ടുള്ളത്. അല്ലെങ്കിൽ ഞാൻ ഇതുപോലെ തന്നെ ആണ് കയറി പോവും, തൊഴുത് ഇറങ്ങും. മറ്റുള്ളവരുടെ കൂടെ പോയപ്പോഴുള്ള അനുഭവം തന്നെയാവും എനിക്ക് ഈ പ്രാവശ്യം ഉണ്ടായിട്ടുണ്ടാവുക. പക്ഷെ ടീച്ചർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിട്ട് അത് അവിടെ ഇന്നതാണ്, ഇതാണ് പ്രതിഷ്ഠ, അങ്ങോട്ട് വേറുള്ള കാര്യങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് ഓരോന്നും മറക്കാതെ അക്കമിട്ടുകൊണ്ട് തന്നെ എനിക്ക് പറഞ്ഞു തന്നതുകൊണ്ട് എല്ലാ ഭാഗത്തും തൊഴാനും കാണാനും സാധിച്ചു. പിന്നെ പാറമേൽക്കാവിലും ഞാൻ കണ്ടില്ല, ഇങ്ങനെ തൃശ്ശൂർ പൂരം എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുള്ളൂ, TV-യിലൊക്കെ കണ്ടു എന്നുള്ളതല്ലാതെ ഈ സ്ഥലത്ത് വെച്ചാണ് അത് നടക്കുന്നത് എന്നുള്ളത് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷമായി അത് അവിടെ വെച്ചിട്ടാണത് നടന്നിട്ടുള്ളതും നടക്കാറുള്ളതും എന്നൊക്കെ കേട്ടപ്പം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ തിരുവൈരാണിക്കുളത്ത് എത്തി അവിടെ തൊഴാനൊക്കെ കുറച്ചു നേരമൊക്കെ നമ്മൾ വരിയിൽ നിന്നെങ്കിലും അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല. എന്നാലും അവിടെ പോയി അമ്മേനെ ശരിക്കും തൊഴാൻ പറ്റി, ശിവനെ നന്നായി തൊഴാൻ പറ്റി, വഴിപാടുകൾ കഴിക്കാൻ പറ്റി. ഭക്ഷണം നല്ല കഞ്ഞിയും പുഴുക്കും, സ്വാദിഷ്ടമായ കഞ്ഞിയും പുഴുക്കും തന്നെയാണ് പറയാം. നല്ല ഒരു അനുഭവം തന്നെയാണ്. അത് കഴിഞ്ഞ് പിന്നെ ചോറ്റാനിക്കര വന്നപ്പോഴും തന്നെ വലിയ തിരക്ക് കണ്ടപ്പോൾ തിരക്കാണ് തോന്നി. പക്ഷെ നമ്മൾ അങ്ങനെ ആ ക്യൂവിൽ അങ്ങനെ ഓളത്തിൽ പോയി ഏതായാലും അമ്മേനെ അവിടെ ചെന്ന് ചോറ്റാനിക്കര അമ്മേനെ ശരിക്കും കണ്ടു തൊഴാൻ പറ്റി. താഴെ പോയി അവിടെ അമ്മേനെ കണ്ടു തൊഴുതു. എല്ലാ ഭാഗങ്ങളും ഇത് ഇന്നതാണ്, അതാണ്, ഇതാണ് എന്നൊക്കെ പറഞ്ഞു തന്ന് കൂടെ ഉള്ളവർക്ക് നല്ലൊരു സപ്പോർട്ട് തന്നെയാണ്. അത് നമ്മളെ കോർഡിനേറ്റർമാർക്ക് ഒരു പ്രത്യേക ഹായ് പറയുകയാണ്. ഇങ്ങനെ വേണം കോർഡിനേറ്റർമാർ കൂട്ടിപ്പിടിച്ച ആൾക്കാരെ കൊണ്ടുവരാൻ. അല്ലാതെ വേണമെങ്കിൽ പോന്നോളി കണ്ടോളി പോയിക്കോളി എന്ന് പറഞ്ഞിട്ട് കോരിന്ന് പറഞ്ഞ് പൈസ മേടിച്ച് വെച്ചിട്ട് ആൾക്കാരെ കൊണ്ടുപോവുക. എന്നിട്ട് അത് അവിടെ തൊഴിലിറങ്ങി വരുമ്പോ നിങ്ങൾ അവിടെ കണ്ടോ? ഇല്ല. അതവിടെ ഉണ്ടായിരുന്നു, ഉണ്ടായിരുന്നല്ലോ, നമ്മൾ കണ്ടില്ലേ? ഇല്ലല്ലോ. അപ്പൊ അത് നമുക്ക് മാനസികമായിട്ടൊരു വിഷമാണ്. നമ്മൾ പൈസയും കൊടുത്ത് പോയി, എന്നിട്ട് അത് അവിടെ കണ്ടില്ല, ഇവിടെ കണ്ടില്ല, ചിലർ കണ്ടില്ല എന്ന് പറയുമ്പോ ആർക്കായാലും പോകുമ്പോഴല്ലേ അത് കാണാൻ പറ്റുള്ളൂ. അപ്പൊ കൊണ്ടുപോകുന്ന ഉത്തരവാദിത്തമാണിത്. ഇന്ന സ്ഥലങ്ങളിൽ ഇതുണ്ട്, അതുണ്ട് പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ടത് കൊണ്ടുപോകുന്ന ഉത്തരവാദിത്തമാണ്. ആ ഒരു ഉത്തരവാദിത്തം ഈ കോർഡിനേറ്റർമാർക്ക് ഞാൻ കണ്ടു. ഇത് ഇനിയും മുന്നോട്ട് പോകട്ടെ, നല്ല നിലയിൽ ഇനിയും ഇതുപോലുള്ള യാത്രകൾ സംഘടിക്കാൻ കഴിയട്ടെ. പറ്റുമെങ്കിൽ പറ്റുന്ന സമയത്ത് പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. അത് ജഗദീശനെ തുടക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയുന്നുള്ളൂ. താങ്ക് യു.